അപ്പൊ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നത് ഇത് പോളോന്റെ സ്റ്റിയറിംഗ് ബോക്സ് ആണ്. ഇതിപ്പം അഴിച്ച് മാറിയതാണ്. അപ്പൊ ഇത് എന്തായിരുന്നു കംപ്ലൈന്റ് എന്നുള്ളത് എനിക്ക് അഴിച്ച് കാണിച്ചു തരാം. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് കാണണം. അപ്പൊ നമുക്ക് അഴിക്കൽ തുടങ്ങാം. നമ്മളിപ്പോ അഴിച്ചെടുത്തതാണ് സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ് വിത്ത് ടയറോഡന്റ്. ഇതിലാണ് നമ്മൾ അലൈൻമെന്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു പോർഷൻ ആണ് സ്റ്റിയറിംഗ് ബോൾ ജോയിന്റ് പറയുന്നത്. ഇതാണ് ടയറോഡന്റ്. അപ്പൊ നമ്മൾ അഴിച്ചു വെച്ചേക്കുന്നതാണ് സ്റ്റിയറിംഗ് ബോക്സിന്റെ പാർട്സുകളാണ് ഇരിക്കുന്നത് കംപ്ലീറ്റ്. അപ്പൊ ഇത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് സ്റ്റിയറിംഗ് ബോക്സ്. ഇതിന്റെ അകത്ത് വരുന്ന റാക്കാണ് സ്റ്റിയറിംഗ് റാക്ക്. ഇത് കണ്ടോ, സ്റ്റിയറിംഗ് റാക്ക്. ഇത് സ്റ്റിയറിംഗ് പിനിയൻ വിത്ത് ബെയറിംഗ് ആണ്. ഇതാണ് ബെയറിംഗ്, ഇതാണ് പിനിയൻ. പിന്നെ ഇത് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡാമ്പർ. ഇതുണ്ടോ ഡാമ്പർ. ഈ ഡാമ്പർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോൾട്ടാണ് ഇത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റിയറിംഗ് ബോൾ ജോയിന്റും ടയറോഡന്റും. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഈ സ്റ്റിയറിംഗ് ബോക്സിന് കംപ്ലൈന്റ് വന്നിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. അപ്പൊ എന്തൊക്കെ പാർട്സിന് കംപ്ലൈന്റ് വന്നാലാണ് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഈ സ്റ്റിയറിംഗ് ബോക്സിനകത്ത് ഒരു ബുഷ് വരും, റാക്ക് ബുഷ്. ഈ റാക്ക് ബുഷ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ലേറ്റി കൊടുത്ത് വേറെ ബുഷ് അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പിനിയന്റെ ഈ ബെയറിംഗ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഈ ബെയറിംഗ് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ വരുന്ന കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് റിപ്പയർ എടുക്കാൻ പറ്റുന്ന കംപ്ലൈന്റ് ആണ്. പിന്നെ വരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റാക്കും ഈ പിനിയനും തമ്മിൽ ഇത് ഈ ടീത്ത് കണ്ടോ, ഇതിങ്ങനെ കയറി കിടക്കുന്ന ഈ ഭാഗം, ഈ ടീത്തിന് തേയ്മാനം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സ് മൊത്തം ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്റ്റിയറിംഗ് ബോക്സ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിക്കുന്ന ടൈമിൽ ടക്ക് 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 സൗണ്ട് കേൾക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിയറിംഗ് ബോക്സ് ചേഞ്ച് ചെയ്യാണ്ട് വേറെ ഒരു വഴിയില്ല. നിർത്തിയിട്ടിട്ട് നമ്മളിത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പം ടക്ക് ടക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റിയറിംഗ് ബോക്സ് മാറേണ്ടി വരും. പിന്നെ ആ ഒരു കംപ്ലൈന്റ് വരുന്നത് റാക്കും പിന്നെ നമ്മൾ തേയ്മാനം വരുമ്പോഴാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ഡാമ്പർ ലൂസ് ആയാലും ഇങ്ങനെ ഒരു സൗണ്ട് വരും കേട്ടോ. അപ്പൊ അതും കൂടെ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു ഡാമ്പർ പുഷിന് തേയ്മാനം വന്നാലും ഈ ഒരു സൗണ്ട് കാണിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സ്റ്റിയറിംഗ് ബോക്സിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയും പറ്റിയാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.